സൂര്യകാന്തി. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വേഗം തന്നെ ഗൗതം അണിയിച്ച മഞ്ഞച്ചരടിൽ കോർത്ത താലി ആരും കാണാതെ ബ്ലൗസിലായി ഒളിപ്പിച്ചു. കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് മുഖമൊക്കെ നന്നായി കഴുകി. എന്നിട്ട് ധാവണിത്തുമ്പ് കൊണ്ട് സീമന്തരേഖയിലെ സിന്ദൂരം തുടച്ചു മാറ്റി അവൾ സ്നേഹതീരത്തേക്ക് നടന്നു. സ്നേഹതീരത്തെത്തിയപ്പോഴേക്കും കല്ലിമോൾ ഓടി വന്നിരുന്നു. ചേച്ചി, കേക്ക് എവിടെ? ചേച്ചി, ചേച്ചി, എന്താ ഒന്നും മിണ്ടാത്തേ? കല്ലുവിൻ്റെ ചോദ്യം കേട്ട് ആര്യ ഞെട്ടി. കേക്കോ? ആ, കേക്ക്. ചേച്ചിയല്ലേ പറഞ്ഞത് ഓഫീസിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന്. എന്നിട്ടെവിടെ? അപ്പോഴാണ് ആര്യ അക്കാര്യം ഓർക്കുന്നത്. പിറന്നാളായിട്ട് കല്ലുവിന് കേക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് താൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നടന്ന സംഭവങ്ങൾ കൊണ്ട് താൻ എല്ലാം മറന്നുപോയി. പാവം കുഞ്ഞ് വിഷമമായി കാണും. ഇനി എന്തു ചെയ്യും? അത് മോളെ, ചേച്ചി ചെന്നപ്പോഴേ ആ കടയിൽ കേക്ക് തീർന്നെന്ന്. പോട്ടെ, നമുക്ക് നാളെ വാങ്ങിക്കാം, ആര്യ പറഞ്ഞു. എന്ന് മൂളിക്കൊണ്ട് കല്ലുമോൾ വിഷമത്തോടെ പോയി. ആര്യ മുറിയിൽ പോയി വേഷം പോലും മാറാതെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ബെഡിലായി ഇരുന്നു. എൻ്റെ വിഘ്നേശ്വരാ, എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ നടന്നത്? ഗൗതം സാറിൻ്റെ കൈകൊണ്ട് ഒരു താലി എൻ്റെ കഴുത്തിൽ കെട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മറ്റൊരു പെണ്ണിന് വാക്ക് കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ എന്തിനിത് കെട്ടി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ വിഘ്നേശ്വരാ. എന്നെ ഇനിയും നിനക്ക് പരീക്ഷിച്ച് മതിയായില്ലേ? ഓരോരോ ചിന്തകളാൽ ആര്യയുടെ മനസ്സ് കലുഷിതമായിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയ ഗൗതത്തിനോട് ഇഷാന് ഡ്രസ്സ് എടുത്ത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല ഗൗതത്തിൻ്റെത്. അവൾ പറയുന്നതിനെല്ലാം വീണ്ടു കേൾക്കുന്നതല്ലാതെ ഗൗതം മറുപടിയൊന്നും പറഞ്ഞില്ല. ഗൗതത്തിൻ്റെ മനസ്സ് നിറയെ കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആര്യയുടെ മുഖമായിരുന്നു. അവളെ ഇപ്പോൾ തന്നെ കാണണമെന്ന് ഗൗതത്തിന് തോന്നി. ഗൗതം വേഗം തന്നെ വണ്ടിയുമെടുത്ത് പുറത്തേക്ക് പോയി. കാറ് സ്നേഹതീരത്തിനടുത്തായി നിർത്തിയിട്ട് ഗൗതം സ്നേഹതീരത്തേക്ക് നടന്നു. മുറ്റത്ത് തന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ, മോനോ? മോനെന്താ ഈ സമയത്ത്? അത് മുത്തശ്ശി. ഗൗതത്തിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. നാളെ എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം, ഒരു മീറ്റിംഗ്. ആ പ്രോജക്റ്റിൻ്റെ ഫയൽ ആര്യ ചെക്ക് ചെയ്യാനായി കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് വേണമായിരുന്നു. അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ തോന്നിയ ഒരു നുണ ഗൗതം പറഞ്ഞു. മോളെ ഞാൻ വിളിക്കാം, മോൻ കയറി ഇരിക്കൂ കേട്ടോ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് കല്ലുമോൾ അവിടേക്ക് വന്നു. മോളുടെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? കല്ലുവിൻ്റെ മുഖഭാവം കണ്ട് ഗൗതം ചോദിച്ചു. അത് മോനെ, ഇന്ന് മോളുടെ പിറന്നാളാ. ആര്യ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കേക്ക് വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കേക്ക് വാങ്ങിയില്ലേ? ഗൗതം ചോദിച്ചു. ചേച്ചി ചെന്നപ്പോഴേ കേക്ക് എല്ലാം തീർന്നു പോയെന്ന് കല്ലു പറഞ്ഞു. അതൊന്നുമല്ലായിരിക്കും. കേക്ക് വാങ്ങാനുള്ള കാശ് തികഞ്ഞു കാണില്ല എൻ്റെ കുട്ടിയുടെ കയ്യിൽ. അതിനാ തീർന്നു പോയെന്ന് പറഞ്ഞത്. എനിക്കറിയാം എൻ്റെ കുട്ടിയുടെ മനസ്സ്. അതിനവൾക്ക് ഒരുപാട് വിഷമവുമുണ്ട്. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് കട്ടിലിൽ ഒരേ ഇരിപ്പാ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവൾ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. പാവം, മുത്തശ്ശി പറഞ്ഞു. ഇന്നത്തെ സംഭവം അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് കല്ലിമോളുടെ കാര്യം പോലും അവൾ മറന്നത്, ഗൗതം മനസ്സിലായി ഓർത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, നമുക്ക് കേക്ക് വാങ്ങാം കേട്ടോ. അങ്കിൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഗൗതം കാറെടുത്തു പോയി. തിരികെ വന്ന ഗൗതത്തിൻ്റെ കയ്യിൽ കേക്കും ചോക്ലേറ്റ്സും കല്ലുമോൾക്ക് പുതിയ ഡ്രസ്സും ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട കല്ലുമോളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. കാരണം ജനിച്ച് ഇത്രയും നാളായിട്ടും ഇത്രയധികം കളിപ്പാട്ടങ്ങളോ ഡ്രസ്സോ ചോക്ലേറ്റ്സോ ഒന്നും അവൾ കണ്ടിരുന്നില്ല. കേക്ക് മുറിച്ച് ആഘോഷങ്ങളൊക്കെ നടത്തി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആര്യ വെറുതെ നിന്നു. അവൾക്ക് ഇതിലൊന്നും സന്തോഷിക്കാൻ തോന്നിയില്ല. അവളുടെ മനസ്സ് മറ്റേതോ ലോകത്തായിരുന്നു. ആഘോഷമെല്ലാം കഴിഞ്ഞ് ഗൗതം പോകാനിറങ്ങി. ആര്യയോട് തൻ്റെ കൂടെ വരാൻ ഗൗതം കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഗൗതം കാറിനടുത്തായി പോയി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യ വന്നു. സാർ. ആ, നന്ദ, താൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതെന്തായാലും നടക്കേണ്ടതല്ലേ? ഇതിപ്പോൾ കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ. തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി തനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ആ താലി ഇങ്ങ് ഊരി കളഞ്ഞേക്ക്. ഇത് കേട്ടതും ആര്യ കണ്ണുകൾ നിറഞ്ഞു തൂവി.
ഇത് കണ്ട ഗൗതം തനിക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യാം, ഗൗതം പറഞ്ഞു. അപ്പോഴും ആര്യ താലിയിൽ മുറുകെ പിടിച്ചിരുന്നു. ആര്യ കോപത്തോടെ ഗൗതത്തെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ താലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് എൻ്റെ മരണത്തോടുകൂടി മാത്രമേ എൻ്റെ കഴുത്തിൽ നിന്ന് വേർപെടുകയുള്ളൂ. ഇതിൻ്റെ പേരിലുള്ള ഒരവകാശങ്ങൾക്കും ഈ ആര്യനന്ദ ഗൗതം കൃഷ്ണയുടെ പുറകെ വരില്ല. ഇതെൻ്റെ തീരുമാനമാണ്. ആര്യ താലി കഴുത്തിൽ നിന്ന് ഊരില്ല എന്ന് കേട്ടതും ഗൗതത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി മിന്നി. അപ്പോൾ ശരി ഭാര്യയെ, ചേട്ടൻ പോവട്ടെ. വരുന്നോ? ഓ, മറന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടി അതങ്ങ് അടിച്ചു പൊളിക്കാം. ഗൗതം ആര്യയെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ആര്യ ഗൗതത്തെ കൂർപ്പിച്ച് നോക്കി ഇട്ട് മുഖം തിരിച്ച് നടന്ന് അകത്തേക്ക് കയറിപ്പോയി. ചുണ്ടിലൂറിയ ചിരിയുമായി ഗൗതം കാറെടുത്തു പോയി. തിരികെയുള്ള യാത്രയിൽ ഗൗതത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നിയിരുന്നു. ആഹാ, വന്നോ നീ? എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? പോയ ആളല്ലല്ലോ ഇപ്പോൾ. എന്താ ഇത്ര സന്തോഷം? പത്മിനി ചോദിച്ചു. അതൊന്നുമില്ല എൻ്റെ പപ്പിക്കുട്ടി എന്ന് പറഞ്ഞ് ഗൗതം പത്മിനിയുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ആ ചെറുക്ക നോവുന്നു, വിട് എന്ന് പറഞ്ഞ് തല്ലാനായി കൈയോങ്ങി. ആ പിന്നെ മോനെ, വിഷുവിൻ്റെ എൻഗേജ്മെൻറ്റ് വിളിക്കാനായി നമുക്ക് തറവാടിലേക്ക് പോകണം. അതിന് തറവാട്ടിൽ ആരുമില്ലല്ലോ, അത് പൂട്ടിയിട്ടിരിക്കുമല്ലേ. പിന്നെന്തിനാ പോകുന്നത്? തറവാട്ടിൽ ആരുമില്ല, ശരി തന്നെ. പക്ഷേ അവിടെ അടുത്തായല്ലേ വല്യമ്മാമ്മയുടെ മക്കളും മറ്റു ബന്ധുക്കളുമൊക്കെ താമസിക്കുന്നത്. അവരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഇതിപ്പോൾ എൻഗേജ്മെൻറ്റ് പറയുകയും അവരെയൊക്കെ കാണുകയും ചെയ്യാമല്ലോ. അതിന് നീയും കൂടി വരണം, പത്മിനി പറഞ്ഞു. അതിനെന്താ, ഞാൻ വരാം. അമ്മയുടെ സൗകര്യം പറഞ്ഞാൽ മതി, നമുക്ക് പോകാം, ഗൗതം പറഞ്ഞു. അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ അവരെ പോയി കണ്ടുകൂടെ? ഗൗതം ചോദിച്ചു. അത് മോനെ, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ നന്ദേട്ടനെ ഓർമ്മ വരും. നന്ദേട്ടനോ? അതാരാ? നിനക്കറിയില്ലേ? വല്യമ്മാമ്മയുടെ മോൻ നന്ദകിഷോർ എന്ന നന്ദേട്ടൻ. എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അല്ല, എൻ്റെ ചേട്ടൻ തന്നെയായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. നിനക്ക് ഓർമ്മ കാണില്ല, നീ കുഞ്ഞായിരുന്നല്ലോ, പത്മിനി കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തു പറ്റിയാ അങ്കിളിന്? അതൊക്കെ വലിയ കഥയാണ്. പറഞ്ഞേ അമ്മേ. നന്ദേട്ടന് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഒരു പാവമായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോലെ സാമ്പത്തിക ശേഷി ഒന്നുമില്ലാത്ത ഒരു കുട്ടി. ഏട്ടൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ആ കുട്ടിയെ കഴിക്കൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എന്നെ കൊണ്ടുപോയി കാണിക്കാമെന്നും ഏട്ടൻ പറഞ്ഞതായിരുന്നു. അങ്ങനെയിരിക്കെ വല്യമാമൻ നന്ദേട്ടന് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. വലിയ വലിയ വീട്ടിൽ നിന്നും ആലോചനകൾ വന്നു. അപ്പോൾ ഏട്ടൻ ആ പെൺകുട്ടിയുടെ കാര്യം വല്യമ്മാമയോട് പറഞ്ഞു. സാമ്പത്തിക ശേഷിയോ കുടുംബ മഹിമയോ ഇല്ലാത്ത ആ കുട്ടിയുമായുള്ള ബന്ധത്തിന് വല്യമ്മാമയ്ക്ക് സമ്മതമായിരുന്നില്ല. വല്യമ്മാമയ്ക്ക് കുടുംബത്തിൻ്റെ അഭിമാനമായിരുന്നു വലുത്. അങ്ങനെ വല്യമ്മാമയുമായി വഴക്കിട്ട് നന്ദേട്ടൻ വീട് വിട്ടുപോയി. പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടാണ് പോയത്. ഞാൻ കരഞ്ഞു പറഞ്ഞു നോക്കി, പക്ഷേ നന്ദേട്ടൻ കേട്ടില്ല. ഒരു ദിവസം എന്നെ കാണാൻ ഏട്ടത്തിയുമായി വരാമെന്ന് പറഞ്ഞു പോയതാ. ഏകദേശം 22 വർഷമായി കാണും ഏട്ടൻ പോയിട്ട്. എവിടെയെങ്കിലും മക്കളൊക്കെയായി സന്തോഷമായി കഴിയുന്നുണ്ടാകും. എന്നെങ്കിലും എന്നെ കാണാൻ വരുമായിരിക്കും. മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അമ്മ വിഷമിക്കാതെ, നമുക്ക് കണ്ടുപിടിക്കാന്നേ, ഗൗതം പറഞ്ഞു. ശരി അമ്മേ, ഞാൻ പോയി കിടക്കട്ടെ. കണ്ണാ, നിനക്ക് ഭക്ഷണം വേണ്ടേ? വേണ്ടമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ് മോനെ. ഗൗതം തൻ്റെ റൂമിലേക്ക് പോയി. ഓഫീസിലേക്ക് പുറപ്പെട്ട ആര്യയുടെ മുഖഭാവമൊക്കെ കണ്ട ദേവികയ്ക്ക് എന്തോ കാര്യമായി അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പിന്നീട് ദേവിക ഒന്നും ചോദിച്ചില്ല. ഓഫീസിലെത്തിയ ആര്യ ആരെയും ശ്രദ്ധിക്കാതെ ഗൗതത്തിൻ്റെ ക്യാബിനിൽ ചെന്നിരുന്ന് വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗൗതമും എത്തി. വന്നപ്പോഴേ കണ്ടു വർക്ക് ചെയ്യുന്ന ആര്യയെ. ആഹാ, ഇന്നെൻ്റെ ഭാര്യ നേരത്തെ വന്നോ? ഗൗതം ചോദിച്ചു. ഈ താലിയുടെ അധികാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, ഈ ആര്യനന്ദ ആരാണെന്ന് നിങ്ങൾ അറിയും. ഓക്കെ, ഞാൻ അറിഞ്ഞോളാം, അവൻ പുഞ്ചിരിച്ചു.
നിങ്ങൾ വലിയ കൊമ്പത്തെ ആളായിരിക്കും, പണവും പദവിയും പ്രതാപവും ഒക്കെ കാണും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടുക എന്നുള്ളത് അന്തസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നാലാളറിഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും കൂടി വേണമായിരുന്നു. അല്ലാതെ പെട്ടെന്നുള്ള ആവേശത്തിലല്ല. ഈ താലിയുടെ മഹാത്മ്യം എന്തെന്ന് സാറിന് അറിയാമോ? ദേഷ്യം കൊണ്ട് കിതയ്ക്കുകയായിരുന്നു ആര്യ അപ്പോൾ. എല്ലാത്തിനും മറുപടിയായി പുഞ്ചിരിക്കുകയായിരുന്നു ഗൗതവും. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും ഗൗതം വന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു. കൈ എടുക്ക് സാറേ. വേണ്ട, എൻ്റെ ദേഹത്ത് തൊടണ്ട. ആര്യ കുതറി മാറാൻ ശ്രമിച്ചു. ഓഹോ, ഇങ്ങനെ ബലം പിടിക്കാതെ പെണ്ണേ, ചേട്ടൻ തോറ്റുപോകും. അതിന് നിങ്ങളല്ലല്ലോ തോറ്റത്. തോറ്റത് ഈ ഞാനല്ലേ. എന്നെ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞില്ലേ. എൻ്റെ ജീവിതം വച്ചല്ലേ നിങ്ങൾ കളിച്ചത്. എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അത്രയും നേരം അടക്കി പിടിച്ചു വെച്ചിരുന്ന ദേഷ്യവും സങ്കടവുമെല്ലാം ഒരു പൊട്ടിക്കരച്ചിലിൽ കൂടി പുറത്തേക്ക് ഒഴുകി വന്നു. നന്ദാ, ഗൗതം വിളിച്ചപ്പോൾ അവൾ ഊർന്ന് തറയിലേക്കിരുന്നു. എടോ, താൻ ഇങ്ങനെ കരയാതെ. ഗൗതം അവളുടെ ഇരു തോളിലുമായി പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. ഒരാശ്രയം കിട്ടിയതുപോലെ ആര്യ ഗൗതത്തെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞു. അവളുടെ കണ്ണീർ ഗൗതത്തിൻ്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിക്കുന്നതുപോലെ തോന്നി. ഗൗതം അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം ഇരുവരും അങ്ങനെ നിന്നു. പെട്ടെന്ന് ആര്യ ഞെട്ടിപ്പിടഞ്ഞു മാറി. ഷേ, ഞാൻ എന്താ ഇപ്പോൾ ചെയ്തത്? അവൾ അവൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. അവൾ മുഖം കുനിച്ച് തല താഴ്ത്തി നിന്നു. ഇത് കണ്ട ഗൗതത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു.